പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വന്ദ്യരായ വൈദിക സഹോദരരെ, സഹോദരന്മാരെ, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 7-ാം ഞായർ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 38-ാമത്തെ എപ്പിസോഡ്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റെ 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ അവനെ ബേൽസബൂൽ ആവേശിച്ചിരിക്കുന്നു, പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്കെതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞതിനാലാണ്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ we can call it a gospel of confrontations. ഏറ്റുമുട്ടലുകളുടെ സുവിശേഷം. ഏറ്റുമുട്ടലുകൾ യേശുവിന് പുത്തരിയല്ലായിരുന്നു. ആരെങ്കിലും യേശുവിനെ വെല്ലുവിളിച്ചാൽ യേശു മുട്ടുമടക്കി പോവുകയില്ലായിരുന്നു, അതിന് ഉത്തരം പറയുമായിരുന്നു. പലപ്പോഴും യേശു അവരെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് വാദഗതികളിലൂടെ. അതിനാൽ യേശു ഭയമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല എന്ന് വ്യക്തം. ഒന്നാമത്തെ കൺഫ്രണ്ടേഷൻ ഈസ് വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ്. അവൻ്റെ കുടുംബക്കാർ അവനെ പിടിച്ചുകൊണ്ട്, യേശു ഒരു ഭവനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, രോഗശാന്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്. തിങ്ങിക്കൂടുന്ന ജനക്കൂട്ടം കാരണം അവനും ശിഷ്യന്മാർക്കും ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല എന്ന് ആമുഖമായി പറഞ്ഞ ശേഷം പറയുന്നു, അവൻ്റെ കുടുംബക്കാർ ഒരുമിച്ചുകൂടി ആലോചിച്ചു, ഈ ചെറുക്കന് വട്ടാണ്, ഇവന് ഹീസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്, ഇവന് നേരെ ചിന്തിക്കാൻ പറ്റുന്നില്ല, വയസ്സ് 30 അവൻ്റെ പിതാവ് മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയെ നോക്കാൻ ആളില്ല, അവന് തൊഴിൽ ചെയ്യുന്നില്ല, അവൻ വിവാഹം കഴിച്ചിട്ടില്ല, അവന് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വഹിക്കാവുന്ന ഒരു കാര്യമല്ല. യഹൂദരെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു തൊഴിൽ പഠിക്കണം. തൊഴിലില്ലാത്ത ആരും ഉണ്ടാകരുത്. അവൻ തൊഴിൽ പഠിച്ച് തൻ്റെ ജീവിത അയോധനം കണ്ടുപിടിക്കാൻ അവന് കഴിവുണ്ട്
എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവനെ കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ കുടുംബത്തോട് ഒപ്പം ജീവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും, കാരണം ദൈവത്തിൻ്റെ ഒന്നാമത്തെ ആശീർവാദം ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ എന്നുള്ളതാണ്. അതിനാൽ ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെ ഉള്ള ഒരു ശൈലിയിലല്ല യേശു ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് കുടുംബക്കാർക്ക് പ്രശ്നമുണ്ടായത്. മാത്രമല്ല, ഒരു പ്രവാചകൻ എന്നുള്ള ഒരു ടൈറ്റിലിൽ ഈ ആൾ കണ്ടമാനം ഫേമസ് ആയി കഴിഞ്ഞാൽ അത് ഒരു അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് കുടുംബത്തിനറിയാമായിരുന്നു. കാരണം യേശുവിനെ പല രീതിയിൽ കൊടുക്കാനും കൊലയ്ക്ക് കൊടുക്കാനും ആഗ്രഹിച്ച് ധാരാളം ശത്രുക്കൾ പുറത്തുണ്ടായിരുന്നു. നിയമജ്ഞര്, ഫരിസേയര്, ഈ കൂട്ടരെല്ലാം. കൂടാതെ യേശുവിന് മുമ്പ് പലരും മിശിഹാക്കളായി അഭിനയിച്ച് ആൾക്കാരെ കൂട്ടം കൂടുകയും അങ്ങനെ ആൾക്കാർ ശക്തി പ്രാപിക്കുന്നത് കാണുമ്പോൾ റോമൻ പട്ടാളക്കാർ വന്ന് എല്ലാവരുടെയും തല കൊയ്യുകയും ചെയ്തിരുന്ന ഒരു ചരിത്രം യൂദയായിലുണ്ട്. അതുകൊണ്ട് ഈ വീട്ടിലെ പയ്യൻ ഒരു കണ്ടമാനം ആളെ കൂട്ടുന്നു എന്നറിഞ്ഞപ്പോൾ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് അമ്മയ്ക്ക് ആധി ഉണ്ടായിക്കണം. കാരണം ഇവന് എന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ യേശു അവരോടൊപ്പം പോയോ? ഇല്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന ജോലി ഞാൻ പൂർത്തിയാക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി യേശു വീട്ടുകാരുടെ സമ്മർദ്ദം അവഗണിക്കുകയാണ് ചെയ്തത്. 2, കൺഫ്രണ്ടേഷൻ ഫ്രം ദ ഫാരിസീസ്. യേശു രഹസ്യമായിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല. ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച്, നിയമജ്ഞരുടെയും ഫരിസേയരുടെയും മുമ്പിൽ വെച്ചൊക്കെയാണ് യേശു പ്രസംഗിച്ചതും തൻ്റെ അത്ഭുതങ്ങളും രോഗശാന്തികളും ഒക്കെ പ്രവർത്തിച്ചത്. എന്നാൽ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് യേശു ഈ കാര്യങ്ങൾ പ്രവർത്തിച്ചത് കാരണം ജനം യേശുവിനെ വിശ്വസിച്ചിരുന്നു എന്ന് യേശുവിൻ്റെ ശത്രുക്കൾക്കറിയാം. അപ്പോൾ യേശു പിശാചുക്കളെ പുറത്താക്കുന്നു, എല്ലാവർക്കും അറിയാം. എന്താണ് അവർ കണ്ടുപിടിച്ചത്? യേശുവിൻ്റെ ആ പ്രവർത്തനത്തിന് ഒരു നെഗറ്റീവ് കൊണൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത്. ബേൽസബൂൽ എന്ന് പറഞ്ഞാൽ പിശാചുക്കളുടെ തലവനാണ്. അതിനാൽ ഈ പിശാചുക്കളുടെ തലവനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു. യേശു അവരോട് പറയുന്നു, നിങ്ങൾക്ക് സുബോധം നഷ്ടപ്പെട്ടോ? നിങ്ങളെന്താണ് ഈ പറയുന്നത്? ഒരു രാജ്യത്തിനെതിരായി അന്തഛിദ്രം ഉണ്ടാക്കുന്നു. ഒരു വീട്ടിലുള്ളവർ അവർക്കെതിരായിട്ട് തന്നെ അന്തഛിദ്രം ഉണ്ടാകും. ആരാണ് തോക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധി വേണ്ടായോ? പിശാചിൻ്റെ സമൂഹം പിശാചിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ പിശാചിൻ്റെ ആ കുടുംബം അല്ലെങ്കിൽ അവരുടെ സഖ്യം നിലനിൽക്കുമോ? യേശു അവരുടെ ബുദ്ധിമോശത്തിന്, ബുദ്ധിരാഹിത്യത്തിന് ഒരു കുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം പറയുന്നു, ശക്തനായ ഒരുവൻ്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. കാരണം അവൻ്റെ കൈയും കാലും ബന്ധിച്ചിട്ട് കഴിഞ്ഞാൽ അവന് ചെറുക്കാൻ സാധിക്കുകയില്ല. ഒരു ശക്തനെ തോൽപ്പിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 4:4, യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 4-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന വേദഭാഗത്താണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ
പുറത്തുള്ളവനെ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, ശക്തനാണ് എന്ന് പറയുന്നു. കർത്താവ് ആ യേശുവാണ് ഈ ശക്തൻ. കർത്താവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു, ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയാണ്. അതുതന്നെയാണ് യേശു അപ്പസ്തോലന്മാർ പറഞ്ഞത്, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നിടം വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ പാർക്കണം. പരിശുദ്ധ കുരിശിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചപ്പോൾ സുറിയാനി പിതാക്കന്മാർ കുരിശിനെ കാണുന്നത് ഒരു താക്കോലായിട്ടാണ്, പാതാളത്തിൻ്റെ സ്വർഗത്തിൻ്റെയും താക്കോലുകൾ കൈപ്പിടിച്ചിരിക്കുന്നവനായിട്ട്. അതിനാൽ യേശു മരിച്ച് പാതാളത്തിലിറങ്ങി, പാതാളത്തിൽ അന്ധകാരക്കുഴിയിൽ ബന്ധിച്ചിട്ടിരുന്ന നീതിമാന്മാരെ രക്ഷിക്കുവാനായിട്ട് യേശു കുരിശാകുന്ന തൻ്റെ താക്കോൽ ഉപയോഗിച്ച താഴുകളും പിന്നെ ഉള്ളിലുള്ള സാക്ഷാകളും ഓടാമ്പലുകളും ഒക്കെ തകർത്ത് അതിൽ ബന്ധിതരായിരുന്നവരെ പുറത്തു കൊണ്ടുവന്നു എന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. കള്ളൻ്റെ ഗുഹയിൽ ഇടിച്ചു കയറി കള്ളൻ മോഷ്ടിച്ച മോഷണ കൊള്ള മുതൽ വീണ്ടെടുത്ത് തിരികെ കൊണ്ടുവരുന്ന ഒരു ശക്തനെ പോലെയാണ് യേശു ക്രിസ്തു ഇവിടെ പ്രവർത്തിച്ചത്. അതിനാൽ ഇവിടെ ശക്തനായ ഒരുവൻ്റെ കൺഫ്രണ്ടേഷൻ പിശാചുക്കളെ തോൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഈ കൺഫ്രണ്ടേഷൻ്റെ നടുവിൽ യേശു ഒരു സാൻഡ്വിച്ച് എന്നുള്ള രീതിയിൽ ഈ സംഘർഷങ്ങളുടെ നടുവിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ടീച്ചിങ്, ഒരു അധ്യാപനം നമുക്ക് തരികയാണ്. ക്ഷമിക്കപ്പെടാത്ത പാപം. യേശു പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയായിരിക്കും. മർക്കോസ് 3:30. അതുതന്നെ മത്തായിയുടെ സുവിശേഷം 12:31 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരുവാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. രണ്ടും പരസ്പര ബന്ധമുണ്ട്, എങ്കിലും ഓരോന്നും പ്രത്യേകമായിട്ടുള്ള ഊന്നലുകൾ നൽകുന്നു. ഇവിടെ നിത്യമായ പാപം, ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത, ഇഹലോകത്തിലോ പരലോകത്തിലോ ക്ഷമിക്കപ്പെടാത്ത പാപമാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണമാണ്. എന്താണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം? ഇത് സൺഡേ സ്കൂളിൽ കുട്ടികളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സത്യം അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. കാരണം സത്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഹീസ് ട്രൂത്ത് ഇറ്റ് സെൽഫ്. അതിനാൽ ഒരാൾ സത്യം അറിഞ്ഞിട്ട് ബോധപൂർവം അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. യെശയ്യാ 5:18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യന് എങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാം, സത്യമെന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. നുണയുടെ കയറുകൊണ്ട് ആകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും വിളിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം.
വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരും ആയവർക്ക് ദുരിതം. അങ്ങനെ മൊത്തം നമ്മൾ വായിക്കുന്നില്ല, 8 ദുരിതങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ 8 സൗഭാഗ്യങ്ങൾ ഉള്ളതുപോലെ യെശയ്യാ 5-ൽ ഊസ് എന്ന് പറഞ്ഞാൽ ദുരിതം, കഷ്ടം ആണ്. എന്താണ് ഇവിടെ കഷ്ടം, ദുരിതം എന്ന് വിളിക്കുന്നത്? തിന്മയെ നന്മയായിട്ട് ചിത്രീകരിക്കുക, നന്മയെ തിന്മയായിട്ട് ചിത്രീകരിക്കുക. അന്ധകാരത്തെ പ്രകാശമെന്ന് വിളിക്കുക, പ്രകാശത്തെ അന്ധകാരമെന്ന് വിളിക്കുക. ഇവിടെ വളരെ വ്യക്തം. പ്രകാശം എന്താണെന്ന് അറിഞ്ഞിട്ട്, ഇപ്പോൾ നട്ടുച്ച നേരമാണെങ്കിൽ ഇത് പാതിരാത്രിയാണ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സത്യത്തെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ്. ഫരിസയന്മാരുടെയും പ്രീശന്മാരുടെയും മുമ്പിലാണ് ഈശോ പ്രസംഗിച്ചത്. അവിടുത്തെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ പകൽ പോലെ വ്യക്തമായിട്ട് യേശു പ്രവർത്തിച്ചു. എന്നാൽ പ്രീശന്മാർ മാത്രം അതിനെ വളച്ചൊടിക്കുകയാണ്. ശരി, ഇവൻ പിശാചുക്കളെ പുറത്താക്കുന്നുവെന്ന് വാസ്തവം. പക്ഷേ നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ്? അവൻ പിശാചുക്കളെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുക. പരിശുദ്ധാത്മാവിനെ ദുഷ്ടാത്മാവായിട്ട് ചിത്രീകരിച്ചു. ഇവിടെ സത്യത്തെ അസത്യമാക്കി, പ്രകാശത്തെ അന്ധകാരമാക്കി, മധുരത്തെ കയ്പാക്കിയ പാർട്ടികൾ തന്നെ പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അതാണ് നിത്യമായ പാപം, ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത, ഈ ലോകത്തിലോ പരലോകത്തിലോ ക്ഷണിക്കപ്പെടാത്ത പാപം. കുറേ നാൾ മുമ്പ് വൈദികർക്കൊരു മാസധ്യാനം കൊടുക്കാനായിട്ട് അന്നത്തെ വികാരി ജനറൽ ഒരു അച്ഛനെ വിളിച്ചു. ആള് അമേരിക്കയിലൊക്കെ പോയി സൈക്കോളജിയിൽ ഒക്കെ ബിരുദമൊക്കെ എടുത്തു വന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായതുകൊണ്ട് ഒരിക്കലും നിത്യമായിട്ട് ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കാൻ പറ്റുകയില്ല. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് നിത്യമായിട്ട് ഒരാളെ ശിക്ഷിക്കാൻ പറ്റുകയില്ല. ഞാൻ പ്രസംഗം കഴിഞ്ഞ് അച്ഛനെ വിളിച്ച് പറഞ്ഞ, അച്ഛൻ പറയുന്നത് ശരിയല്ല, സത്യത്തിന് നിരക്കുന്നതല്ല. കർത്താവായ യേശു എത്ര പ്രാവശ്യമാണ് സുവിശേഷത്തിൽ നിത്യനരകത്തെക്കുറിച്ചും നിത്യശിക്ഷയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്? അച്ഛനെ നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, അത് ദൈവത്തിൻ്റെ കരുണ ആണ് നമ്മൾ ഊന്നി പറയേണ്ടത്. ഓക്കെ, കരുണ ഊന്നി പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ കരുണ ഒരാൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ദൈവം അതുപോലെ കരുണ കാണിക്കാൻ തയ്യാറാണ്. എന്നാൽ തിരിച്ചു പറയാം, നിന്റെ കരുണ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് നിന്റെ നിത്യനാശം ക്ഷണിച്ചു വരുത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിൽ ദൈവദൂഷണം പറയുന്ന വലിയ സ്വഭാവങ്ങളില്ല. പക്ഷേ ഞാൻ കുറേ നാൾ ഇറ്റലിയിൽ ജീവിച്ചതാണ്. ഇറ്റലിക്കാരുടെ ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ദൈവദൂഷണം പറയും. പരിശുദ്ധ കന്യമാതാവിനെ ദുഷിച്ചു പറയും, വിശുദ്ധന്മാരെ ദുഷിച്ചു പറയും. അത് അവരുടെ ഒരു രീതിയാണ്. എന്നാൽ നമ്മൾ ദൈവദൂഷണം പറയുന്നതിന് പകരം ഈ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, ദൈവദൂഷണം എന്ന് പറയുന്ന ആ ലിസ്റ്റിൽ ദൈവത്തെ നേരിട്ട് ദൂഷണം പറയുന്നത് മാത്രമല്ല ബ്ലാസ്ഫമി. ദൈവമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം പള്ളി. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികളുണ്ട്. ഈ സേക്രഡ് പ്ലേസസ് ആൻഡ് സേക്രഡ് പേഴ്സൺസ്, അവരെക്കുറിച്ച് നമ്മൾ എന്ത് വേണമെങ്കിലും പറയും. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉള്ളത് കൊണ്ട് എന്ത് ദൂഷണം വേണമെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം സത്യമെന്നറിഞ്ഞിട്ടും
അത് നേരെ തിരിച്ച് അത് ദൂഷണമായിട്ട്, ഡിട്രാക്ഷനായിട്ട്, ഡിട്രാക്ഷൻ എന്നൊരു വാക്കുണ്ട് മോറൽ തിയോളജിയിൽ, മനഃപൂർവ്വം ഒരാളെ ദുഷ്ടവനായിട്ട് ചിത്രീകരിക്കുക, അവൻ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് സ്ഥാപിക്കുക. ഇത് ഇറ്റ്സ് എ മോർട്ടൽ സിൻ, മാരകമായ പാപമായിട്ട് മോറൽ തിയോളജിയിൽ പറയുന്ന ഒരു സംഗതിയാണ് ഡിട്രാക്ഷൻ എന്നുള്ള ഒരു വാക്ക്. അതിനാൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് വേണം പറയാൻ. കർത്താവ് പറഞ്ഞു, നീ പറയുന്ന വാക്കുകൊണ്ട് തന്നെ നീതീകരിക്കപ്പെടും, നീ പറയുന്ന വാക്കുകൊണ്ട് തന്നെ നീ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിനാൽ നിത്യശിക്ഷ ക്ഷണിച്ചു വരുത്തുന്ന പദപ്രയോഗങ്ങൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരാനായിട്ട് പാടില്ല. ഈ ജൂലൈ 15-ാം തീയതി ദൈവദാസനായ മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തായുടെ ദേഹവിയോഗത്തിൻ്റെ ഓർമ്മയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ കാലത്ത് രോഗികളായവർ, ജോലി നഷ്ടപ്പെട്ടവർ, പട്ടിണിയിലായവർ, ആരും സഹായിക്കാനില്ലാതെ വീട്ടിൽ കഴിയുന്നവർ, സ്വന്തപ്പെട്ടവരെ നഷ്ടപ്പെട്ട് മാനസിക വ്യഥയിൽ കഴിയുന്നവർ, ഇവരെയെല്ലാം ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. പഴയ കാലത്തെന്നപോലെ ദീർഘമായ പദയാത്രകളും വലിയ ജനക്കൂട്ടങ്ങളും ഒന്നുമില്ല എങ്കിൽ പോലും ആത്മീയമായിട്ട് നമുക്ക് ഈ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൽ പങ്കെടുക്കാം. ജൂലൈ 17-ാം തീയതി മൂവാറ്റുപുഴയുടെ മുൻ മെത്രാപ്പോലീത്തായും ഇപ്പോൾ തിരുവല്ല അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മെട്രോപോളിറ്റനുമായ മാർ കൂറിലോസ് പിതാവിൻ്റെ മെത്രാഭിഷേക വാർഷികമാണ്. മാത്രമല്ല അദ്ദേഹം മെത്രാനായ ഇതിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ തുടക്കമാണ്. പ്രിയപിതാവിനെയും നമുക്ക് പ്രാർത്ഥനയിൽ സ്മരിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.